ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ കണ്ണ് തുറന്നപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഒരു തരം മടിയായിരുന്നേ. സത്യം പറഞ്ഞാൽ എനിക്ക് അടുക്കള വശത്തേക്ക് വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നേരം വെളുക്കാതിരുന്നെങ്കിലെന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ എന്ത് ചെയ്യാനാ, കുട്ടിക്ക് സ്കൂളിൽ പോകണ്ടേ, അവൾക്ക് ചോറ് കൊടുത്തു വിടണ്ടേ, ആ ഒരു ചിന്ത വന്നപ്പോൾ മടിയൊക്കെ പമ്പ കടന്നു. നമ്മുടെ ഈ അടുപ്പിൽ ചാരമുണ്ടല്ലോ, ഇതിൽ വെണ്ണീറിനേക്കാൾ കൂടുതൽ മണ്ണാണ്. നമ്മുടെ പഴയ വീട് പൊളിച്ചപ്പോൾ കിട്ടിയ കഴുക്കോലും പട്ടിയും ഒക്കെയാണ് ഞാനിപ്പോൾ കത്തിക്കാൻ എടുക്കാറ്. അതൊക്കെ ചെതൽ പിടിച്ചുകൊണ്ട് തന്നെ കത്തിക്കാൻ നല്ല എളുപ്പമാണ്. പക്ഷെ അതിൻ്റെ കൂടെ മണ്ണും ആണിയും ഒക്കെ ഉണ്ടാവും അടുപ്പിൽ. ഓരോ ദിവസവും ഇത് വാരി എടുക്കുന്നതാണ് വലിയ പണി. അപ്പോൾ എന്താ, അടുപ്പിൻ്റെ വീതനൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്, വെണ്ണീറൊക്കെ വാരി അടുപ്പ് വൃത്തിയാക്കി. ഇനി ചോറിന് വെള്ളം വയ്ക്കാം കേട്ടോ. ഗ്യാസൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അടുപ്പത്തുണ്ടാക്കുന്ന ചോറിന് തന്നെയാണല്ലേ ഒരു ടേസ്റ്റ് ഉള്ളത്. എൻ്റെ ലച്ചുവിന് അച്ഛൻ സ്കൂളിൽ പോകുമ്പോൾ ഗ്യാസിൽ ചോറ് വെച്ച് കൊടുക്കുന്നത് അവൾക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ എല്ലാവർക്കുള്ള ചോറ് അടുപ്പത്ത് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കും. അപ്പോൾ അത് തീയൊക്കെ പിടിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി വെള്ളം വെക്കാം ചോറിനുള്ള. അപ്പോൾ ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് കിടന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. രാവിലെ ചായക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇന്ന് ചോറിലേക്ക് കറി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇന്ന് കറിക്ക് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഈ പച്ചക്കറി അരിയുന്നതിനിടയിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മൾ വീട്ടമ്മമാരുടെ കാര്യം. ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് എവിടേക്കൊക്കെയാണല്ലേ പോയിട്ട് വരുന്നത്. എത്ര അധികം ചിന്തകളാണ് തലയിൽ കൂടെ പാഞ്ഞു പോകുന്നത്. ചിലപ്പോൾ കുട്ടിയുടെ പഠിത്തത്തെ കുറിച്ചിട്ട് ആലോചിക്കും. ഇനി 2 മാസം കൂടി കഴിഞ്ഞാൽ പരീക്ഷയായി. പിന്നെ 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ്സിലേക്കായി. എത്ര പെട്ടെന്നാണ് മക്കൾ വലുതാവുന്നത്. മാസങ്ങൾ ഇങ്ങനെ വേഗം വേഗം കടന്നു പോകാമെന്ന് ചിന്തിക്കും. പിന്നെ ഓരോ മാസത്തെ കലണ്ടർ കാണുമ്പോൾ ആ മാസത്തെ പരിപാടികൾ, കുടുംബശ്രീയുടെ അടവ്, അപ്പോൾ തോന്നും ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് അധ്വാനിച്ചിട്ടല്ലേ ഇതൊക്കെ നടത്തണതെന്ന്. PSC എഴുതി PSC പുസ്തകം കാണുന്നത് പോലെ അലർജി ആയി തുടങ്ങിയപ്പോൾ. ഈ വർഷത്തെ എക്സാമിലെങ്കിലും മെയിൻ ലിസ്റ്റിൽ കയറി കൂടണം. നമ്മൾ വീട്ടിലുള്ള ആണുങ്ങളുടെ അവസ്ഥ ഒക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എപ്പോഴെങ്കിലും ഈ വീട്ടിലുള്ള നമ്മുടെ അവസ്ഥ അവർ ചിന്തിക്കുന്നുണ്ടോ? അതില്ല. നിനക്ക് ഈ വീട്ടിൽ 2 ആൾക്കുള്ള ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം, 2 പാത്രം കഴുകണം, ഇത്രയല്ലേ ഉള്ളൂ പണി. ആ വാക്ക് കേൾക്കുമ്പോഴേക്കും എനിക്ക് ഭ്രാന്ത് വരാൻ തുടങ്ങും. വെള്ളത്തിൽ വരച്ച വര പോലെയാണ് ഓരോ പെണ്ണിൻ്റെ അവസ്ഥ. നമ്മൾ എന്ത് പണി ചെയ്തതും അവരുടെ കണ്ണിൽ പെടില്ല. ആ സമയം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഒന്ന് നടുനിവർത്തി ഒന്ന് ഇരിക്കുക കിടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അത് കാണും. ഒരു പണിയില്ലല്ലോ, വെറുതെ ഇങ്ങനെ ഇരുന്നാൽ പോരെ എന്നുള്ള ചോദ്യം വേറെ. ഇന്ന് ചായക്ക് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. മോളാണെങ്കിൽ ഒരു 4-5 എണ്ണമൊക്കെ നൂൽപുട്ട് കഴിക്കും. അപ്പോൾ അവർ വയറ് നിറച്ച് കഴിച്ചു പോണത് കാണുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. അടുക്കളയിൽ രാവിലത്തെ തിരക്ക് പറയണ്ടല്ലോ. 8:45 മോൾക്ക് പോകേണ്ടതല്ലേ. അപ്പോൾ അതിനിടയ്ക്കുള്ള തിരക്കിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യമുണ്ട് വരാൻ. ഇതുവരെ കഴിഞ്ഞില്ലേ, എത്ര നേരമായി തുടങ്ങിയിട്ടെന്ന്. അപ്പോൾ ഞാൻ ചിന്തിക്കും ഒരു 4-5 കൈയെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിലെന്ന്. ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ടും പറയും കേട്ടോ, ഞാൻ റോബോട്ടൊന്നല്ല വേഗം ചെയ്ത് തീർക്കാനെന്ന്. ഇതിനിടയ്ക്ക് മോളുടെ മുടി കെട്ടി കൊടുക്കണം, യൂണിഫോം അയൺ ചെയ്ത് കൊടുക്കണം, അങ്ങനെ വേറെയും പണികളുണ്ടാവുമല്ലോ. ഇഷ്ടത്തോടു കൂടിയാണോ ഞാൻ അടുക്കളയിൽ പണി ചെയ്യണമെന്ന് ചോദിച്ചാൽ അതെ, എന്നാലല്ല. കാരണം രാവിലെ എണീറ്റ് അവർ ഫോണും നോക്കിയിട്ടിരിക്കും. അതിൽ ഓരോരോ വീഡിയോസും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതേ നോട്ടം നമ്മൾ അടുക്കളയിൽ വന്നിരുന്നിട്ട് അവരിങ്ങനെ നോക്കുക, അതിലത്തെ വിശേഷങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു എൻജോയ്മെൻ്റ് അല്ലേ. അപ്പോൾ ഇഷ്ടത്തോടു കൂടി ആ പണികൾ അങ്ങ് ചെയ്ത് തീർക്കാമല്ലോ. ഇതില്ല, ഇത് അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് അവരിങ്ങനെ ഫോണും ഇതൊക്കെ നോക്കിയിരിക്കുക, നമ്മൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കുക പോലും ഇല്ലാതാവുമ്പോൾ നമുക്കൊരു ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്നിവിടെ നൂൽപുട്ടിലേക്ക് ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ഈ നൂൽപുട്ടിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല. പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് ഇവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻതൂക്കം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുക്കളയിലെ വലിയൊരു തിരക്കും പടയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് മോളെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്നോട് ഇതും ചോദിക്കുക ആൾക്കാർ, 7ാം ക്ലാസ്സിൽ എത്തിയില്ല എന്നിട്ട് എന്തിനാ കൊണ്ടാക്കി കൊടുക്കണേ. പക്ഷെ അവർ സ്കൂൾ ബസ്സിൽ കയറിയിട്ട് നമ്മൾക്കൊരു ടാറ്റ തരുമ്പോൾ അതൊരു മനസ്സമാധാനം വേറെയാണ്. അപ്പോൾ മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ സ്നേഹത്തോടെ അശ്വതി.